ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലേക്കുള്ള അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വാസുവിൻ്റെ അറസ്റ്റിന് ശേഷം അന്വേഷണം അങ്ങ് വളരെ സാവധാനത്തിലായി. പിന്നെ വളരെ വളരെ വലിയ ലേലം വിളിയൊക്കെ ഒടുവിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. അതും കുറേ താമസിച്ചിട്ടാണ്. നമ്മളൊക്കെ ഈ പേരുമൊക്കെ പറഞ്ഞു കേട്ട് ഈ ഇടപാടുമൊക്കെ പറഞ്ഞു കേട്ട് മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞ് വളരെ കഴിഞ്ഞാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അന്വേഷണം അവിടെ നിന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിൽ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഇതിൽ ജാമ്യാപേക്ഷകൾ 3 പരിഗണിക്കുമ്പോൾ നടത്തിയ നിരീക്ഷണങ്ങൾ അതെല്ലാം നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഹൈക്കോടതി അതേപോലെ വിളിച്ചു പറഞ്ഞു. ഹൈക്കോടതി ഇതിലെ ആശങ്ക അറിയിച്ചു. ഇൻവെസ്റ്റിഗേഷന് മനസ്സിലായി, SITക്ക് അതിൻ്റെ ആശങ്ക അറിയിക്കുക ഉണ്ടായി. ഈ അന്വേഷണം നേരെ നടക്കുന്നില്ല, നേരെ നടക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ വന്നു. അതിനുശേഷം പതുക്കെ അതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആളുകൾ വളരെ നേരത്തെയാണ് മോഷണം മുതൽ കണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഒഫൻസാണ്. അതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ അയാളെ ഇന്ന് സ്വർണം മാത്രം എടുത്തുകൊണ്ട് പോരുന്നു. അവസാനം ഏതായാലും നിവൃത്തിയില്ലാതെ ഇപ്പോൾ അതിൽ 2 പേരെ, പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനെയും, അവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അന്വേഷണം നിൽക്കുമോ? യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ 30 കിലോ സ്വർണത്തിന് വേണ്ടിയാണോ ഇത്രയും ആളുകൾ ചേർന്ന് അന്ന്, അതായത് 2019 30 കിലോ സ്വർണത്തിനുള്ള വില നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പറയുന്നത് വന്നാൽ എത്ര വരും? 1-2 കോടി രൂപ വരും. അപ്പോൾ അതിൻ്റെ വില കണക്കാക്കിയാലേ അറിയുള്ളൂ. എന്നാലും അതിൽ കൂടെ ഒന്നും കാണത്തില്ല. അത് ഇത്രയും ആളുകൾ ചേർന്ന് ഇതിനു വേണ്ടി, ഈ പണത്തിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ശബരിമല പോലുള്ള പരിപാവനമായ ആ പൂങ്കാവനത്തിൽ ഇതുപോലൊരു മോഷണം നടത്തുമോ? ഇല്ല എന്ന് വേണം കരുതാൻ. കാരണം എന്താ, അവിടെ വേറെ വിലയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതായത് വളരെ ആൻറ്റിക് വാല്യൂ ഉള്ള, അതിൻ്റെ വില പറഞ്ഞറിയിക്കാനൊക്കത്തില്ല, ആ രീതിയിലുള്ള സാധനങ്ങളുണ്ട്. ഇതിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ സീസ് ചെയ്തേക്കുന്ന സ്വർണം എന്ന് പറയുന്നത് എത്ര, ഒരു 468 ഗ്രാമോ ഏതാണ്ട് സ്വർണം ഈ സീസ് ചെയ്തെടുത്തു. ഇതിനകത്തുനിന്ന് ഉരുക്കിയ സ്വർണ്ണമാണെന്നും പറഞ്ഞു. ഈ ഉരുക്കിയ സ്വർണം, അത് സ്വർണ്ണം അവർ ഉരുക്കിയിട്ടുണ്ടെന്നുള്ളത് അവർ തന്നെ സംഭവിക്കുന്നു. പക്ഷേ ഈ ഉരുക്കിയ സ്വർണ്ണമാണോ ഇതെന്നുള്ളതിന് ഒരു തെളിവുമില്ല നമുക്ക്. മാത്രമല്ല 2019 സ്വർണം ഉരുക്കിയിട്ട് ഈ ഇന്നാ പിടിച്ചോ, നിങ്ങൾ എടുത്തുകൊണ്ട് പോ എന്നും പറഞ്ഞ് അവിടെ ഈ സ്വർണം 2025 വരെ വച്ചേക്കൂ ഒരു സ്വർണ്ണ വ്യാപാരി. അപ്പോൾ അത് ശരിയായ കാര്യമല്ല ഈ പറയുന്നത്. നമുക്കറിയാം അത് ശരിയായ സംഭവമല്ല. ഈ സ്വർണ്ണമൊന്നും അല്ല ആ എടുത്തുകൊണ്ട് കൊണ്ടുവന്നത്. പക്ഷേ അത് മാത്രമല്ല, ഇവിടുന്ന് ഈ സ്വർണ്ണ പാളികൾ എന്ന് പറയുന്നത് പതിച്ച ചെമ്പുപാളി ഉണ്ടല്ലോ, ചെമ്പുപാളിയിൽ സ്വർണ്ണം പൊതിഞ്ഞത്, ഈ സ്വർണ്ണം പൊതിഞ്ഞ ആ ചെമ്പുപാളികൾ അതല്ല ഇവിടെ തിരിച്ചു കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ തൂക്കത്തിലെ വ്യത്യാസം മാത്രം. ഇനി ഞാൻ പറയുമ്പോൾ ചെമ്പുപാളിയാണെന്നിരിക്കട്ടെ, ശബരിമലയിലെ ചെമ്പുവാളി, അതായത് അയ്യപ്പൻ്റെ സന്നിധിയിലിരിക്കുന്ന ചെമ്പുവാളി ആയിക്കോട്ടെ, അത് ഈ സ്വർണത്തെക്കാളും വിലയാണ് അതിന്. ആൻറ്റിക് വാല്യൂ എന്ന് പറയുന്നത് കോടികളാണ്, 500-ൽ പരം കോടികൾ വില വരുന്നതാണ് ഇതൊക്കെ. ഈ ചെമ്പുവാളി അവിടെ ഇരുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം മതി, അതിൻ്റെ വാല്യൂ അത്രയും വലുതാണ്. ആൻറ്റിക് വാല്യൂ, അതിൻ്റെ ഡിവൈൻ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തിട്ടപ്പെടുത്താൻ പോലും പറ്റത്തില്ല. അങ്ങനെയുള്ള ആ സാധനമെല്ലാം എടുത്തുകൊണ്ട് പോയിക്കാണ് മുഴുവനായിട്ട്. അപ്പോൾ ഇത് മാത്രവും, അത് ഈ ഒരു ശില്പിയായിട്ടുള്ള ശ്രീ മഹേഷ് പണിക്കർ, അദ്ദേഹം അവിടെ പണിതിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായ കാര്യങ്ങളാണ്. കാരണം ആ 18ാം പടി കയറി ചെല്ലുമ്പോൾ ആ ഇരുവശത്തുമായിട്ട് 2 മണികളുണ്ടായിരുന്നു. ആ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്തിരുന്ന മണിയാണ്. വളരെ പഴക്കമുള്ളതാണ്, വളരെയേറെ പഴക്കമുള്ളതാണ്. ആ മണിയുടെയൊക്കെ ആൻറ്റിക് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. ആ മണികൾ ഇപ്പോൾ ഇല്ല, അത് അവിടുന്ന് റിമൂവ് ചെയ്തു. ഇനി ഇത് മാത്രമല്ല, ഈ 18ാം പടി കൊണ്ടുപോയിട്ടുണ്ട്. 18ാം പടി മാറ്റി. അപ്പോൾ പണ്ട് 18ാം പടി മാറ്റിയിട്ട് അതെവിടെ? ഈ 18ാം പടിക്കൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾ, വിശ്വാസികൾ, അവരുടെ കാൽപാദം പതിഞ്ഞിട്ടുള്ള പടികളാണ് ഈ 18ാം പടി.
അതിനൊക്കെയൊക്കെയുള്ള വാല്യൂ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും കണക്കാക്കി എടുക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലാണ്. അപ്പോൾ ഏതായാലും അന്വേഷണം ഒരു പുതിയ രീതി സ്ഥലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീങ്ങുകയെന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിക് വാല്യൂ ഈ ഈ 30 കിലോ സ്വർണത്തിന് വേണ്ടിയൊന്നും അല്ല മോഷണം അവിടെ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ചെറിയ ഒരാളാണ്. വളരെ ചെറിയ ഒരാൾ. ഇതിനകത്ത് ഏറ്റവും ചെറിയ കൊച്ചു കള്ളൻ. അയാളെ അങ്ങ് ഇട്ട് കൊടുത്തു മുമ്പിലോട്ട്. എന്തിനാണെന്നറിയോ? ഈ അന്വേഷണത്തെ എല്ലാം വഴിതിരിക്കാനായിട്ട്. അയാൾ വളരെ കറക്റ്റായിട്ട് ആ വഴി തിരിച്ചുകൊണ്ടിരുന്നു. അന്വേഷണം തിരിച്ചു വിട്ടു, മേളിലോട്ടെങ്ങും ചെല്ലാതെ. ഇതിനകത്ത് വലിയ പുള്ളികൾ വേറെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. രാഷ്ട്രീയ തലത്തിലായാലും അല്ലാതെ ആയാലും ഉള്ള നമ്മളൊക്കെ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള ആളുകൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഇപ്പോൾ മാതൃഭൂമി പത്രത്തിലും അത് വന്നിട്ടുണ്ട്. ഈ നേരത്തെയൊക്കെ ഡി മണി ആര് എന്നുള്ളതായിരുന്നു നോക്കുന്നത്. ഡി മണിയിലേക്ക് ഇപ്പോൾ അന്വേഷണം ചെയ്തില്ല. ഡി മണി എന്ന് പറയുന്ന ആൾ ദാവൂദ് മണി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അയാൾ ചെന്നൈയിലെ വളരെ വലിയൊരു കോടീശ്വരനാണ്. അപ്പോൾ അയാൾ വഴി ഇതിൻ്റെ ഇടപാട് നടത്തുന്നുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇയാളുമായിട്ട് അടുപ്പമുണ്ടെന്ന്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ചെല്ലും. അതാണ് പ്രശ്നം. അപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ ഈ അന്വേഷണം ഇങ്ങനെ പോകുമ്പോൾ CPM സഹിക്കുന്നില്ല. അപ്പോൾ അവർ എളുപ്പം പറയുന്നത് എന്തെന്നറിയോ, ഗോവർദ്ധൻ ഈ സോണിയാഗാന്ധിയുമായിട്ട് ഇന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് വന്നിട്ടുണ്ടെന്ന്. ഈ വലിയ ആളുകളുമായിട്ട് ഇങ്ങനെയുള്ള കള്ളന്മാരെല്ലാം ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സോണിയാഗാന്ധി ഈ സ്വർണം വാങ്ങിച്ചെന്നുള്ളതാണോ? അവർക്കെൻ്റെ ആവശ്യമുണ്ടോ? ഇനി സോണിയാഗാന്ധിയുടെ കൂടെ ഫോട്ടോ എടുത്ത ഗോവർദ്ധൻ്റെ കാര്യം നമ്മൾ പറയുന്നല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നമ്മുടെ, അതായത് ഏറ്റവും വലിയ കള്ളനാന്നല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതിനകത്തെ കൊച്ചു കള്ളനെന്ന് ഞാൻ പറഞ്ഞത് അതിനകത്ത് ചെറിയ ഇതാണ്, ഇങ്ങേ അറ്റത്താണ് ആള്. അയാൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. അതെല്ലാത്തിലും കാണുന്നതല്ലേ. അപ്പം നമുക്ക് മുഖ്യമന്ത്രി ഇത് സ്വർണ്ണക്കട്ടെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒരിക്കലും ഇല്ലല്ലോ. ഇത് ആ രീതിയിൽ അന്നേരം ഈ അന്വേഷണം തിരിച്ചുവിടുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത സോണിയാഗാന്ധിയൊക്കെ ഇതിലേക്ക് രാഷ്ട്രീയം കലർത്തി ഇത് വലിച്ചടിക്കുകയാണ്. ഇത് രാഷ്ട്രീയ കൊള്ളയൊന്നും അല്ലത്. രാഷ്ട്രീയമുള്ള ആളുകൾ ഇതിലുണ്ട്. അവരൊന്നും ശരിയായ രാഷ്ട്രീയക്കാരെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ശരിയായ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരിങ്ങനെയുള്ളൊരു കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കത്തില്ല, ഇതുപോലെ എടുത്തുകൊണ്ട് പോകത്തില്ലൊന്നും. അവർ പണം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ വൃത്തികേടുകളും കാണിക്കുന്ന ആളുകളാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പോൾ ഏതായാലും ഇത് പറയപ്പെടുന്നത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, ദുബായിൽ നിന്ന് ഉള്ള ഇടപാടാണ്. ഇവിടുന്ന് ഇത് കടത്തി ദുബായിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് മൊറോക്കോ അതുപോലെ ബ്രൂണൈ മുതലായ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ. ഇനി എന്തൊക്കെ പോയി എന്നുള്ളത് അവിടെ തിട്ടപ്പെടുത്തി നോക്കിയാലേ അറിയാൻ പോകും. അതും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് സ്വർണത്തിന് വേണ്ടിയുള്ളൊരു കൊള്ള മാത്രമല്ല, ഇത് സ്വർണത്തിലുമൊക്കെ കവിഞ്ഞതാണ്. അവിടെ ശബരിമല സന്നിധിയിലിരിക്കുന്ന, അയ്യപ്പൻ്റെ സന്നിധിയിലിരിക്കുന്ന ചെമ്പ് വളയായിക്കോട്ടെ, ആ ചെമ്പിൻ്റെ വിലയെന്ന് പറയുന്നത് ഈ സ്വർണത്തിനെ കഴി എത്രയോ മടങ്ങ് വില വരും. അതുകൊണ്ട് സ്വർണത്തിന് വേണ്ടിയുള്ള ഒരു മോഷണമായിട്ട് ഇത് മാറരുത്. വെറും ഒരു മോഷണ കേസായിട്ട് ഇതിനെ എഴുതി മാറ്റരുത്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേരള പോലീസ് ഇപ്പോൾ SIT രൂപീകരിച്ചിട്ടുണ്ട്. അതിലുള്ള ആളുകളെ കൊണ്ടൊന്നും ഇത് അന്വേഷിക്കാൻ പറ്റത്തൊന്നുമില്ല. അന്വേഷിക്കാൻ ഒക്കാത്തത് എന്നല്ല ഞാൻ പറയുന്നത്. കാരണം അവർ വേറെ നിയന്ത്രണങ്ങളിലാണ്. അപ്പോൾ അവരെ കൊണ്ടൊന്നും ഇതൊന്നും അന്വേഷിച്ച് വരാനൊന്നും പറ്റത്തില്ല. ഇത്തരത്തിലുള്ള മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ അന്വേഷണം ഇതിൽ വേണ്ടി ഇരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് യഥാർത്ഥത്തിൽ അത് CBI അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഒരു പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കുറേ പേരുവശമൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും അതും ആത്മാർത്ഥതയോടുകൂടി അന്വേഷിക്കുന്ന ആളുകൾ അതിലുണ്ടെങ്കിൽ അതിലെ CBIയിലെ ഏറ്റവും നല്ല ഓഫീസേഴ്സിനെ ആരെങ്കിലും ഇത് ചുമതലപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ഇപ്പോഴത്തെ SITയെ കൊണ്ട് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ അന്വേഷണത്തിൻ്റെ ആ പോക്ക് കാണുമ്പോൾ ഇത് ഉന്നതങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ ഈ ദാവൂദ് മണിയെ ചോദ്യം ചെയ്യാനായിട്ട് SIT ഇപ്പോൾ ചെന്നൈയിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അയാൾക്കുള്ള ബന്ധം എന്താണ്? ഈ പോറ്റി എവിടെ ചെന്നിട്ടുണ്ടോ അയാൾക്ക് ഇതുമായിട്ട് പോറ്റി ഈ ആരുമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ അവരെ എല്ലാം ഇങ്ങനെയുള്ള കാര്യത്തിനാണ്. കാരണം ശബരിമല പോലുള്ള ഒരു സ്ഥലത്തു നിന്നാണ് അടിച്ചു മാറ്റാൻ വളരെ എളുപ്പം. ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കത്തില്ല. ആകെ ചോദിക്കുന്ന അയ്യപ്പൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യൻ ഇത് ചോദിക്കാനില്ല. ദേവസ്വം ബോർഡ് അവർ ചോദിക്കുമോ? ഇല്ലല്ലോ. അതുപോലാണ്
ഇത് ഇങ്ങനെ ഉള്ള ആൻറ്റിക് വാല്യൂ ഉള്ള സാധനങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇന്ന് കടത്തിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത് ശബരിമല മാത്രമായിട്ടും ഒതുങ്ങും എന്ന് ഞാൻ കരുതുന്നില്ല. അന്വേഷണത്തിൻ്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ്. ആ രീതിയിലാകണം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനൊന്നും അല്ല കേട്ടോ, ചെറിയ കള്ളനാണ്, അത്രയേ ഉള്ളൂ. കാരണം ഇതിൻ്റെ വലിയ കള്ളന്മാർ ഇതിൻ്റെ തലപ്പത്തുണ്ട്. അവരിലേക്ക് അന്വേഷണം ചെല്ലണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജനങ്ങളുടെ സമ്പത്താണ് ഈ കൊള്ളയടിക്കപ്പെട്ടത് ഇതുപോലുള്ളത്. അത് ഈ സ്വർണം മാത്രമല്ല, സ്വർണം അതിലൊരു ചെറിയ ഭാഗം, അത്രയേ ഉള്ളൂ. സ്വർണത്തിന് വേണ്ടിയുള്ള ഒരു കൊള്ളയൊന്നും അല്ല ഈ നടന്നേക്കുന്നത്. പിന്നെ സ്വർണ്ണമുണ്ട്, കാരണം ഇതെടുത്തുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഈ ഗോവർദ്ധൻ മനസ്സ് നൊന്തു. ഗോവർദ്ധന് എന്താണെന്നറിയോ, അയ്യപ്പൻ്റെ സ്വർണ്ണമാണല്ലോ ഈ മോട്ടിച്ചെടുക്കുന്നത്, അത് കാരണം അത് പോട്ടെ എന്ന് പറഞ്ഞ ഒരു 10 പവൻ്റെ മാല അയാൾ അവിടെ കൊടുത്തെന്ന് പറഞ്ഞു. ഈ 10 പവൻ്റെ സ്വർണ്ണമാല കൊടുത്തിട്ട് അത് ദേവസ്വം രജിസ്റ്റർ റെക്കോർഡുകളിലൊന്നും ഇല്ല ആ കൊടുത്തേക്കുന്നത്. മാളികപ്പുറത്ത് അവിടെ സമർപ്പിച്ചതാണ് ഇയാൾ. അത് ഇങ്ങനൊരു സംഭവം അത് രേഖയിലില്ല, ഒന്നുമില്ല. അയാൾ കൊടുത്തു എന്നുള്ളതാണ് അയാൾ പറയുന്നത്. പലരും പറയുന്നുണ്ട് അയാൾ കൊടുത്തതായിട്ട്, പക്ഷേ അതും കണക്കിലില്ല. ഇതുപോലെ അത് കണക്കില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. എത്രയോ പേര്, പ്രത്യേകിച്ച് തമിഴ് സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ വന്നു കഴിഞ്ഞാൽ പോതുമോടാ സ്വാമി എന്നും ചോദിച്ചാണ് ഈ കൊടുക്കുന്നത് മുഴുവൻ. മാല കഴുത്തെന്നൊക്കെ ഊരിയുണ്ടല്ലോ, സ്വർണ്ണമാല, നല്ല തടിയന്മാരൊക്കെ വന്നിട്ട് ഊരി അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെയുള്ളതിനൊന്നും കണക്കൊന്നുമില്ല. ഇന്ന് തൻ്റെ സന്നിധാനത്തുനിന്ന് നോട്ടെണ്ണം നടത്തുന്നു ഒരുത്തൻ അടിച്ചുകൊണ്ട് പോയ പൈസ, അത് എവിടൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന് പോലും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് ഗുഹ്യഭാഗത്തൊക്കെ പണം കയറ്റി വെച്ച് കൊണ്ടുപോകുക. കാരണം ഇവർക്കൊരു ഒറ്റ മുണ്ട് മാത്രമേ ഉടുക്കാൻ പാടുള്ളൂ അവിടെ പണം. അങ്ങനെയുള്ള കള്ളന്മാരെയാണ് അവിടെ ഇരുത്തിയേക്കുന്നത് ഇപ്പോഴും. നമ്മൾ മനസ്സിലാക്കണ്ടേ ഇത്. കാരണം ഇത് അവർ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ അവർ ഒരൊറ്റ മുണ്ട് മാത്രം ഉടുക്കാനേ ഉള്ളൂ. കാരണം വേറെ ഒന്നും ഇടാൻ പാടില്ല. എന്നിട്ടെന്താ, അരിച്ചാക്കുകളുടെ ഇടയിൽ നിന്ന് ലക്ഷങ്ങളാണ് കണ്ടെടുത്തേക്കുന്നത്. ഇതുപോലുള്ള ഈ പൈസ എടുത്ത് മാറ്റുന്നതാണ്. കാരണം ഇവന്മാർക്ക് ഇങ്ങനെയുള്ള ഈ ഒരു അവർക്ക് ഈ ആരാധനയൊന്നും അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ്സാണ്, ഒരു കൊള്ളയാണ്. അവിടെ കളവ് നടത്താൻ ധാരാളം ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് നടക്കുന്നതാണ്, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കളവ്. പക്ഷേ അതിനൊക്കെ തടയിടണം, അതാണ് ചെയ്യേണ്ടത്.